ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ ഒരു ജോബ് ഇന്ന് പലരുടെയും ഡ്രീമാണ്. മാതാപിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും വളരെ ക്യൂരിയോസിറ്റിയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ എങ്ങനെ ഒരു കരിയർ ബിൽഡ് ചെയ്യാം. അതിൻ്റെ അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് സാലറി പാക്കേജ് തന്നെയാണ്. ഏതൊരു രാജ്യത്താണെങ്കിലും ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 95% ടെക്നിക്കലി ക്വാളിഫൈഡ് ആയ കുട്ടികൾക്കാണ് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ITI, ഡിപ്ലോമ, BTech, MTech കഴിയുന്ന കുട്ടികൾക്കാണ് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: അപ്സ്ട്രീം, മിഡ് സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. അപ്സ്ട്രീമിലാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ് വെല്ല്, റിഗ്ഗിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം വരുന്നത് അപ്സ്ട്രീമിലാണ്. മിഡ് സ്ട്രീമിൽ റിഫൈനറി, പൈപ്പ് ലൈൻ, പൈപ്പിംഗ് അങ്ങനെ പല ആക്ടിവിറ്റീസും വരുന്നത് മിഡ് സ്ട്രീമിലാണ്. ദെൻ വരുന്നതാണ് ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീമിൽ വരുന്നതാണ് പെട്രോ കെമിക്കൽ ഫാക്ടറീസ്. അപ്പോൾ ഇതിനെല്ലാം വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങളുടെ കരിയറിനനുസരിച്ച് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. മേ ബി നിങ്ങൾക്ക് HSC എഞ്ചിനീയർ ആവാനായിരിക്കും ആഗ്രഹം, നിങ്ങൾക്ക് QC ആവാനായിരിക്കും ആഗ്രഹം, ഒരു സൈറ്റ് എഞ്ചിനീയർ ആവാനായിരിക്കും ആഗ്രഹം. അങ്ങനെ ഡിഫറെൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. പ്ലാനിങ് എഞ്ചിനീയർ ആയിരിക്കാം. സോ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ പഠിക്കാൻ. അല്ലാതെ ഓയിൽ ആൻഡ് ഗ്യാസ് എന്നുള്ള ഒരു ജനറൽ കോഴ്സ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഡ്രീമിലേക്ക് എത്തില്ല. ഹൈ സാലറി പാക്കേജ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ജോബ് കിട്ടുമായിരിക്കും, സാലറി കിട്ടുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള ഒരു ഹൈ സാലറി പാക്കേജ് കിട്ടണമെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ആ ഫോക്കസ് ചെയ്ത് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ തിരിച്ചറിയണം ഏത് കരിയറാണ് എനിക്ക് സെറ്റ് ആവുക എന്നുള്ളത്. അത് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സഹായിക്കുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് മെൻറ്റേഴ്സാണ്. സോ ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് മെൻറ്ററിൻ്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്.